ഈ ചൂട് സമയത്ത് തണുപ്പുള്ളത് കഴിക്കാനായിരിക്കൂലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ വല്ലാതെ കൊതിയൊക്കെ വരുന്ന സമയത്ത് മോൾഡൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്കോബാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ 2 ഡയറി മിൽക്കിൻ്റെ ഇതുപോലുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റൊക്കെ ഒന്നങ്ങ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റൊക്കെ ഇതിൻ്റെ അടിയിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സൈഡിലേക്കും കൂടെ ഒന്ന് ആക്കി കൊടുക്കണം. സൈഡിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ, ഞാനിവിടെ ഐസ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് ഒക്കെ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടൊക്കെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞു പോകരുത്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീമും പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നും ഇങ്ങനെ ഹാർഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഐസ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഞാൻ ഒന്നിലൊരു ഐസ് സ്റ്റിക്കും പിന്നെ ഒരു സ്ക്യൂറിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട്. സെറ്റായി കഴിഞ്ഞാൽ ഇത് തുറക്കുന്ന സമയത്താണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ആദ്യത്തെ പീസ് ഇങ്ങനെ പകുതി തുറന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ വലിച്ചെടുത്ത സമയത്ത് ഒന്നങ്ങ് ഒടിഞ്ഞു പോയിട്ടോ. പക്ഷേ രണ്ടാമത്തത് നല്ല കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ ഒരു പാക്ക് പൊളിച്ചെടുത്തപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കുക കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്കോബാറാണ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് സെറ്റായിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഞാനൊരു 3 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് എടുത്തു. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. എന്തായാലും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.